ഹലോ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വേദക്കുട്ടൻ്റെ ഒരു ദിവസം എങ്ങനെയൊക്കെയാണ് കടന്നു പോകുന്നതെന്ന് നോക്കാം. വേദ അപ്പം ദോശ വയ്ക്കാൻ പോവല്ലേ കണ്ണ? ദോശയും പിന്നെ ഉള്ളി തക്കാളി കറി, വേദുവിൻ്റെ സ്പെഷ്യൽ. ഇതെന്താണ്? തീവണ്ടി, ട്രെയിൻ. ട്രെയിൻ എതിലൂടെ പോണ? റെയിൽ. പപ്പയുടെ ഷർട്ട് എടുത്തു കണ്ട, പപ്പയുടെ ഷർട്ട്. അതാ വള എടുത്തു മമ്മിയുടെ വള. അത് വളയാണോ? ആണോ? ആ, കൈ വള ഇല്ല കണ്ണോ. കഴുതെവിടെ? കഴുതെടുത്തു. അതാ, വെരി ഗുഡ്. റണ്ണിങ് എങ്ങനെ കണ്ണ? കുഞ്ചു വാക്കിങ് എങ്ങനെ? വാക്കിങ് ഇങ്ങനെയാണോ വാക്കിങ്? അപ്പൊ റണ്ണിങ് എങ്ങനെ? റണ്ണിങ് അമ്മയ്ക്ക് റൺ ചെയ്ത് കാണിക്കൂ. വേദു റണ്ണി ആവുകയാണ്. അതാ 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 പൊടുപ്പൊടാ. 2 3. ഇപ്പം നമുക്ക് സൺഡേസിലാണ് ഡ്രിങ്കിങ് വാട്ടർ വരിക. അപ്പോൾ നമ്മുടെ കാര്യം നമ്മൾ എല്ലാ വീക്കിലും 3 ബോട്ടിൽസ് വെച്ചിട്ടാണ് കൊടുക്കുക. ലാസ്റ്റ് വീക്കിൽ നമ്മൾ 4 ബോട്ടിൽസ് ആയിരുന്നു. വെള്ളം ഒട്ടും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ബോട്ടിൽസൊക്കെ പുറത്തേക്ക് വെക്കണത് വേദക്കുട്ടനാണ് കേട്ടോ. എല്ലാ വീക്കും അവനാണ് ചെയ്യുക. അവൻ്റെ ഒരു ഡ്യൂട്ടി ആയിട്ട് അവൻ എടുത്തേക്കാണ്. നമ്മൾ ആരെയും സമ്മതിക്കില്ല കേട്ടോ. വേദു ഷൂ പോളിഷ് ചെയ്യാൻ പോവാണ്. വേദക്കുട്ട അതാ അച്ഛമ്മയ്ക്ക് ഹെൽപ്പ് ചെയ്യാണ് മമ്മി. എന്താ സന്തോഷം ഏതൊന്ന് ഹെൽപ്പ് ചെയ്യുമ്പോ. ഇത്തരുത്. പപ്പയുടെ കർച്ചീഫ് കണ്ണത്? അത് ആരുടെ കണ്ണ? ആരുടെ ഇത് കർച്ചീഫ്? പപ്പമ്മയുടെ ആണോ? വാവ്, ക്ലാപ്പ് ക്ലാപ്പ് വേദക്കുട്ടൻ. യാ, വെരി ഗുഡ് വേദക്കുട്ട. പാപ്പമ്മ ഹെൽപ്പ് ചെയ്തു. ബാ ഗുഡ്. ഗുഡ് ബോയ് ആണ് വേദു. നമ്മുടെ കുട്ടി ഗുഡ് ബോയ്. പീജനെ എന്റെ വേദക്കുട്ടനില്ലേ? ഗുഡ് ബോയ്. പീജനെ നിന്റെ മമ്മി ഇങ്ങനെ ചെയ്യാറുണ്ടോ അല്ലേ കണ്ണ? പീജു, കുഞ്ഞു പീജുവിന്റെ ബേബി പീജുവിന്റെ കയ്യിലെ നെയിലൊക്കെ വെട്ടി തരാറുണ്ടോ? കട്ട് ചെയ്ത് കൊടുക്കാറുണ്ടോ? എന്റെ വേദക്കുട്ടൻ ഗുഡ് ബോയ് ആണ്. കാരണം അയ്യോ, അത് നമുക്ക് ചെയ്യേണ്ടതാ. എങ്ങനെ വേദു അപ്പയുടെ ചെയ്ത് കൊടുത്തേ? അപ്പയുടെ ചെയ്ത് കൊടുത്തു. മമ്മിക്ക് തരും. നല്ല കുട്ടിയല്ലേ? നോക്കൂ, പീജുനെ എന്റെ കുട്ടിയില്ലേ? എന്റെ കുഞ്ചുമണി നല്ല ഗുഡ് ബോയ് ആണ് കേട്ടോ. നിങ്ങൾ വേദുവിനെ ബാഡ് ബോയ് എന്ന് പറയണ്ട കേട്ടോ. അമ്മയുടെ കുഞ്ഞു ആണ് നമ്മുടെ കുട്ടി. നോക്ക, അമ്മയുടെ കൈ കൊണ്ട് അതാ അതുപോലെ നല്ല സുന്ദരി കൈയാക്കണ്ടേ കണ്ണ? നല്ല കുട്ടിയല്ലേ മുത്തേ? നമ്മുടെ കുഞ്ഞുമണി എന്തുണ്ടായേ? മമ്മയോ? ഏതാ? എന്തുണ്ടായേ? ചേട്ടനോ? ചേട്ടൻ എന്താ ചെയ്ത? പാർക്കിൽ പോയപ്പോ അങ്ങനെ വീട്ടിട്ടോ കുഞ്ചുനെ? നമുക്ക് പാപ്പോട് പറഞ്ഞു കൊടുക്കാട്ടോ. പാപ്പമ്മേ, എന്റെ വേദുല്ലേ? വേദക്കുട്ടൻ കൈ നല്ല കുട്ടിയായിട്ട് നെയിലൊക്കെ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. ചേട്ടൻ എന്താ ചെയ്ത കണ്ണ? അങ്ങനെ കണ്ടിട്ടോ? വേദു എന്താ ചെയ്തൊന്നും ചെയ്തില്ലല്ലേ? ഇത് വെറുതെ നിൽക്കുള്ളൂ അല്ലേ? ആ ചേട്ടൻ വന്നിട്ട് തട്ടിയിട്ടില്ലേ കുഞ്ചുനെ? തട്ടിട്ടു. എന്താ ചെയ്തേ? നമുക്ക് പാപ്പോട് പറഞ്ഞു കൊടുക്കാം. പാപ്പേ, ആ ചേട്ടനില്ലേ? വേദക്കുട്ടനില്ലേ? ഒറ്റ തല്ലുന്നേ? ഒന്ന് തല്ലിയോ? ഈ കുഞ്ഞു വരുന്നില്ലേ കണ്ണ? കുഞ്ഞു വരുന്നുണ്ട്. എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞു. അതെന്താ കണ്ടിട്ട്? എന്തത് മമ്മയുടെ? എന്തത്? അതെന്താ ചെയ്യാ? അത് നമ്മൾ എന്താ ചെയ്യാ? എന്താ ചെയ്യാത്? അത് കയ്യിലിട്ട് തരുമോ? ഈ കളർ കണ്ടോ? കളർ അതാ. വേദക്കുട്ടിന്റെ കൈ നോക്കട്ടെ. വേദക്കുട്ടിന്റെ കയ്യിൽ കളർ നോക്കട്ടെ. കളർ നോക്ക്. വേദുവിന്റെ നോക്കിതാ. വേദുവിന്റെ സുന്ദര കൈ. ഇതാരോ ഉപയോഗിക്കുക?
കഴിക്കുക. അതാ വേദിക്കുട്ടാ കണ്ട നോക്ക് പീജ അവരുടെ അമ്മ പീജ കണ്ട കണ്ടോ? അമ്മ പീജ കുഞ്ഞു പീജയുടെ കയ്യിലില്ലേ ഇങ്ങനെ ചെയ്യണ്ട. നോക്ക് കാലിലൊക്കെ ഉണ്ട്. കാലുണ്ടോ നോക്കിട്ട്? കാലുണ്ട് വെട്ടിയിട്ടില്ല. എന്റെ വേദിക്കുട്ടി നല്ല ഗുഡ് ബോയ് കേട്ടോ. നീ ഇപ്പൊ എന്ത് ചെയ്യും? വല ഇത്ര ഇങ്ങനെ കീഴ് എന്നിട്ട് ഇപ്പൊ വിജയം വന്നപ്പോ അത് പയ്യെ കൊടുത്തു പിടിച്ചു. തട്ടിട്ട് പോയി പോയി വിടാൻ പറ്റുന്നു. അച്ഛൻ്റെ റൂമിൽ പി ജി വന്നു കണ്ണ കണ്ണ അച്ഛൻ്റെ റൂമിൽ പി ജി വന്നിട്ടില്ലേ? നോക്കൂ നോക്കൂ കണ്ണ നമ്മുടെ പി ജി വന്നിട്ടില്ല കണ്ണ. അച്ഛൻ്റെ റൂമിലില്ലേ ഒക്കെ അമ്മടെ ഈ കൈസ് കഴിഞ്ഞോ? നോക്കി പീച്ചനെ ഇത് കിട്ടാ പീച്ച നോക്ക് പീച്ച നോക്ക് നോക്കണേല്ലോ. അമ്മ ജസ്റ്റ് നോക്കട്ടെ. അതാ മമ്മി അതിങ്ങനെ പറയണേ. എന്റെ വേദമില്ലേ കയ്യിലെ നെയ്ത് വെട്ടണമെന്ന് കണ്ടിട്ട് വന്നതല്ലേ. എന്നിട്ട് നോക്കി മമ്മി കൈ നോക്ക്. വേദിക്കുട്ടിയുടെ കൈ കണ്ടുവോ? കാണിച്ചു കൊടുക്കും അച്ഛനിക്ക് കാണിച്ചു കൊടുക്കും. അച്ഛനെ കാണിച്ചു കൊടുക്കും. ഇത് കാണിച്ചു കൊടുക്കും അച്ഛനെ. ഇത് നോക്കി കൈ ഇത് കണ്ട അച്ഛനെ കണ്ടോ? അപ്പോൾ വേദിക്കുട്ടൻ്റെ ഇന്നത്തെ ലഞ്ച് എന്ന് പറഞ്ഞാൽ ചോറും അതുപോലെ കോവയ്ക്കപ്പേരും ചീരപ്പേരി മുട്ട പുഴുങ്ങിയതുമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വെള്ളത്തിൻ്റെ ബോട്ടിൽസൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ വേദക്കുട്ടനാണ് അത് മൊത്തം ഉള്ളിലേക്ക് വെക്കണത്. വേദ ആക്ച്വലി ഉറങ്ങാൻ പോയതായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ ഡോർ തുറന്ന് വെക്കാമെന്ന് വിചാരിച്ചപ്പോഴേക്കും ഓടി വന്നു. അവൻ തന്നെ ചെയ്തു. അപ്പോൾ നമ്മളായിട്ട് ചെയ്യാനും സമ്മതിക്കില്ല. അവൻ ഒറ്റയ്ക്ക് ചെയ്യും വേണം. അപ്പോൾ അവൻ അവൻ്റേതായ ഒരു വെയിൽ എല്ലാം തള്ളി അതിൻ്റെ പ്ലേസിൽ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു വെക്കുന്നതാണ് നമ്മളാരും ചെയ്യിപ്പിക്കണമല്ല. അവൻ എപ്പോഴും അങ്ങനെയാണ്. അവന് ചെയ്യണം. ബോട്ടിൽസ് പുറത്ത് വെക്കണമെങ്കിലും അവൻ ചെയ്യണം. അതുപോലെ ബോട്ടിൽസ് ഉള്ളിലേക്ക് അവന് കൊണ്ടുവന്ന് വെക്കണം. ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു വിനോദമാണ് അവൻ്റെ. അത് കഴിഞ്ഞിട്ട് പിന്നെ അവൻ ഉറങ്ങി കേട്ടോ. പിന്നെ എണീറ്റു 6 മണി ഒക്കെ ആയപ്പോൾ എണീറ്റ് വന്നു. ഫ്രഷായിട്ട് അവൻ മാങ്ങ കഴിക്കുകയാണ്. പഴുത്ത മാങ്ങ ഉണ്ടായിരുന്നു. അപ്പോൾ അതങ്ങനെ കഴിച്ചു. സാധാരണ നമ്മൾ കുറുക്ക് അങ്ങനെയൊക്കെ കൊടുക്കാറ്. അപ്പോൾ പഴം പുഴുങ്ങിയതുണ്ടായിരുന്നു. പക്ഷെ അവൻ ആദ്യം മാങ്ങ എടുത്ത് കഴിച്ചു. അതിനുശേഷം നമ്മൾ പഴം പുഴുങ്ങിയത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ പാർക്കിലൊക്കെ പോയിട്ട് വന്നു. പിന്നെ വൈകിട്ട് വേദക്കുട്ടൻ ഇഡ്ഡലിയും പനീർ കറിയും കഴിക്കുകയാണ്. ഭക്ഷണം കഴിച്ചാൽ പിന്നെ ഒരു 1 മണിക്കൂറൊക്കെ കഴിയും കേട്ടോ. കളിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഉറങ്ങാൻ. അങ്ങനെ വേദക്കുട്ടനെല്ലാം കഴിഞ്ഞ് ഉറങ്ങി. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വേദക്കുട്ടൻ്റെ ഒരു ദിവസം. അപ്പോൾ താങ്ക് യു സോ മച്ച്. എല്ലാവരും വീഡിയോ കാണൂ, സപ്പോർട്ട് ചെയ്യും.